നിന്ന് മുതലെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന പരോക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്ത്യക്കെതിരെ POK പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വന്തം ജനതയെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇടപെടാതെ ജനങ്ങളെ സൈനികമായും ആയുധപരമായും നേരിട്ടുകൊണ്ട് പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണോ പാകിസ്ഥാൻ നടത്തുന്നത്? ഹിസ്റ്റോറിക്കലിയും പാകിസ്ഥാൻ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിൽ ഇപ്പൊ ഈ അടുത്ത് നടന്ന ജാഫർ എക്സ്പ്രസ് അറ്റാക്ക് ഉണ്ട്, അതിന് പോലും അത് ഇന്ത്യയാണ് അതിന് പിന്നിൽ പറഞ്ഞു. ബലോചിസ്ഥാനിൽ BLA ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയിക്കോട്ടെ, ബലോചിസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി ആയിക്കോട്ടെ, ഇരു കൂട്ടരെയും തീ കൊളുത്തിവിടുന്നതും അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്ത്യയാണ് അവർ പറയുന്നു. സിന്ധ് മേഖലയിൽ പോലും ഇതൊക്കെ ഇന്റേണലി ഉള്ള പ്രശ്നങ്ങൾ. സിന്ധ് മേഖലയിൽ JSM എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതും ഇന്ത്യയാണ് തീ കൊളുത്തിവിടുന്നതെന്ന് പറയുന്നു. ഖൈബർ പഖ്തൂൺഖ്വായിലും തെഹ്രീക്ക് താലിബാന് പോലും ഇന്ത്യ ഇന്റലിജൻസ് കൊടുക്കുന്നു എന്ന് പറയുന്ന പാകിസ്ഥാനോട് അതിന് മറുപടി നമുക്ക് പറയാനില്ല. അതിന്റെ സത്യാവസ്ഥ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇന്റർനാഷണൽ ഫോറംസിലും എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ ഇന്റേണലി നേരത്തെ ബാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്റേണൽ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ടേ കാണേണ്ടതുള്ളൂ. ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല. കാരണം അവരുടെ 38ഓളം ഡിമാൻഡ്സ് അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ പോകുന്നില്ല. പകരം ഇത് ഇന്ത്യ കൊളുത്തിവിടുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ ഇന്റേണലി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വരുത്തി തീർക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആസ്പെക്ട് വേണം നോക്കിക്കാണാം. അതായത് മുന്നോട്ട് ഒരു പക്ഷേ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് അല്ലെ ചൈനയുടെ ഇൻവോൾവ്മെന്റ് വന്നേക്കാമോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി അല്ലെങ്കിൽ പോലും ഒരു കുറച്ച് കമ്പാരിസൺ അല്ലെ പാരലൽസ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു പക്ഷേ വളരെ മുന്നേ ആയിരിക്കും ഞാനിത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഈസ്റ്റ് പാകിസ്ഥാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് ആകുന്നതിന് മുന്നേ ഈസ്റ്റ് പാകിസ്ഥാൻ ഇതേപോലെ കുറെ ഡിമാൻഡ്സ് പാകിസ്ഥാന് മുന്നിൽ വെച്ചിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഒത്തിരി ഒരുപാട് ബംഗാളികൾ ഉണ്ടായിരുന്നിട്ടും എനിക്കൊന്ന് മൊത്തം പാകിസ്ഥാന്റെ പോപ്പുലേഷൻ 56% ഈസ്റ്റ് പാകിസ്ഥാനികളായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ട വിധത്തിൽ റെപ്രസെന്റേഷൻ ഇല്ല എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടന്നു. പാകിസ്ഥാൻ അത് അണച്ചുവിട്ടു. അതേപോലെ ഉറുദു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ബംഗാളിയും കൂടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് പറഞ്ഞു, അത് റിജക്ട് ചെയ്തു. ഒരുപാട് ഇതേപോലെ തന്നെ എക്സ്പോർട്സ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്സ് പൊക്കോണ്ടിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന്. പക്ഷെ അതിന്റെ ഒരു ഗുണവും ഈസ്റ്റ് പാകിസ്ഥാന് കിട്ടിയില്ല. മൊത്തം ഗുണഭോക്താവായിക്കൊണ്ടിരുന്ന വെസ്റ്റ് പാകിസ്ഥാനാണ്. അതിനെതിരെ പ്രക്ഷോഭം നടന്നു, അതും അണച്ചുവിട്ടു. അവസാനം 1970 ഇലക്ഷനിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അവാമി ലീഗ് ജയിച്ചപ്പോ 160 സീറ്റ് കിട്ടി ജയിച്ച സമയത്ത് പോലും ഗവൺമെന്റ് ഫോം ചെയ്യാൻ സമ്മതിക്കാതിരുന്നപ്പോ ഇന്ത്യ ഇടപെട്ടു. അങ്ങനെ അവസാനം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളത് ബംഗ്ലാദേശായി. അപ്പൊ ആ ഒരു മോഡലില് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞ എനിക്ക് ഓർമ്മ വരുവാണ്, പണ്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിനെ ഫ്രീ ചെയ്യാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ ഇങ്ങോട്ട് വന്നു ചേർന്നോളും എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഇൻക്രീസിംഗ്ലി ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമാകും എന്നതായിരുന്നു പ്രഖ്യാപനം. അതെ, അപ്പൊ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇന്ത്യ ഇതിന്റെ അകത്ത് യാതൊരു ശ്രമം നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇന്റേണലി തന്നെ ബലോചിസ്ഥാനിൽ കാണുന്ന പോലെ, സിന്ധ് മേഖലയിൽ കാണുന്ന പോലെ ഇവരുടെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പച്ചയായ സത്യമായിട്ട് ലോകത്തിന് കാണാം. അല്ലാതെ ഇന്ത്യ കൊളുത്തിവിടുന്ന ഒരു തീയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ പുഴകൾ ഉപയോഗിക്കും. ഇതിൽ നിർമ്മൽ, ഈ യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടിയുടെ വക്താവ് നാസിർ അസീർ ഖാൻ ഇതിൽ UN-ന്റെ ഇടപെടൽ, അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ കൂടി തേടാൻ അവിടുത്തെ ഈ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്നതാണ് സൂചന. അത്തരമൊരു ഇടപെടലിനുള്ള സാധ്യതകൾ ഉണ്ടോ? സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവിടെ നടന്നിട്ടുള്ളത് അത് ഇവിടെ മാത്രമല്ല, പാകിസ്ഥാൻ കശ്മീർ മാത്രമല്ല, ബലോചിസ്ഥാനിലും സിന്ധു മേഖലയിലൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നു, അവരെ കാണാതാകുന്നു, കുറെ പേര് കൊല്ലപ്പെടുന്നു, കുറെ പേരെ ടോർച്ചർ ചെയ്യുന്നു, കുറെ പേരെ ജയിലിൽ അടയ്ക്കുന്നു. ഇതൊക്കെ UN മാത്രമല്ല, UN ഏജൻസീസ് മാത്രമല്ല, അംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനും ഒക്കെ ഇടപെടാൻ ഉള്ള സാഹചര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. കാരണം ഇതിപ്പോ ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ മാസങ്ങളായിട്ടല്ല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ അതിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും UN-നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനും ഒക്കെ ഇടപെടാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം വളരെ വലുതായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതിനുമേൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും ഒരുപക്ഷെ അമേരിക്കയും കണ്ണടയ്ക്കുന്നു എന്ന് വേണം കരുതാൻ ആസ് ഓഫ് നൗ.